മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ നടിയാണ് റെബേക്ക സന്തോഷ്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് ഒരു അപകടം നടിയെ തേടിയെത്തിയത്. കാലിനായിരുന്നു നടിക്ക് പരിക്ക് പറ്റിയത്. തൊട്ടു പിന്നാലെ ഈ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെല്ലാവരും ഏറ്റെടുത്തിരുന്നു. നിരവധി പേരാണ് റെബേക്കയ്ക്ക് ആശ്വാസവാക്കുകളുമായി എത്തിയത്. റെബേക്ക സന്തോഷ് തന്നെയാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ തന്റെ ആരാധകരുമായി പങ്കുവച്ചത്. തൊട്ടു പിന്നാലെ ആരാധകരെല്ലാവരും ഇത് കേട്ട് എന്താണ് സംഭവിച്ചത് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ആകാംക്ഷയിലായിരുന്നു. ഒടുവിൽ സത്യം വെളിപ്പെടുത്തിക്കൊണ്ട് റെബേക്ക സന്തോഷ് തന്നെ രംഗത്തെത്തുകയും ചെയ്തു. ചെമ്പനീർപ്പൂവ് പരമ്പരയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചായിരുന്നു സംഭവം നടന്നത്. ഓൺലൈൻ വ്യായാമങ്ങൾ അധികരിച്ചു വരുന്ന സമയമാണിത്. അതുപോലെ തന്നെ റെബേക്കയും അങ്ങനെ ഓൺലൈനിലെ വ്യായാമ പരിപാടികളിൽ ഏർപ്പെട്ടിരുന്നു. അതിന്റെ ഭാഗമായി തന്നെ ചെമ്പനീർപ്പൂവ് പരമ്പരയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഉണ്ടായിരുന്ന ഇടവേളയിൽ വർക്കൌട്ട് ചെയ്തുകൊണ്ടിരിക്കവെയായിരുന്നു നടിക്ക് ഈ ഒരു അപകടം സംഭവിച്ചത്. പിന്നീട് നടിയുടെ കാലിന് പ്ലാസ്റ്റർ ഇടേണ്ട ഒരു സാഹചര്യം എത്തുകയും ചെയ്തു. ഇതിന്റെ ചിത്രങ്ങൾ ഉൾപ്പെടെയാണ് നടി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരുമായി ഈ ദുഃഖവാർത്ത പങ്കുവച്ചത്. ഇപ്പോൾ വീണ്ടും തന്റെ ആരോഗ്യനിലയെക്കുറിച്ച് തുറന്നു പറഞ്ഞുകൊണ്ട് റെബേക്ക സോഷ്യൽ മീഡിയയിലൂടെ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. ലൈഫ് വിത്ത് ഫുൾ ടൈം പ്ലാസ്റ്റർ എന്ന ക്യാപ്ഷനോടെയായിരുന്നു നടി തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും പങ്കുവച്ചത്. വളരെ മോശം സാഹചര്യത്തിലൂടെയാണ് നടി ഇപ്പോൾ കടന്നുകൊണ്ട് പോകുന്നത്. ഫുൾ ബെഡ് റെസ്റ്റ് ആവശ്യമാണ് നടിക്ക്. ഒരു കാലിന്റെ പകുതിയിലും പ്ലാസ്റ്റർ ഇട്ടത് കൊണ്ട് തന്നെ നടക്കാനൊക്കെ തന്നെയും മറ്റൊരാളുടെ സഹായം ആവശ്യമാണ്. അങ്ങനെ പൂർണ്ണമായ ബെഡ് റെസ്റ്റ് എടുത്തിരിക്കുകയാണ് നമ്മുടെ റെബേക്ക സന്തോഷ്. ഇതിനോടൊപ്പം തന്നെയായിരുന്നു സർജറിയുടെ കാര്യവും റെബേക്ക സന്തോഷ് സൂചിപ്പിച്ചത്. 5 കിലോ ഭാരം കുറക്കാൻ വേണ്ടിയിട്ടായിരുന്നു 60 ദിവസത്തെ വർക്കൌട്ട് ചലഞ്ചിൽ നടി ഓൺലൈനിലായിട്ട് ജോയിൻ ചെയ്ത്. തൊട്ടു പിന്നാലെ ഷൂട്ടിംഗ് ലൊക്കേഷനിലായതുകൊണ്ട് തന്നെ അതിന്റെ സങ്കടത്തിലായിരുന്നു നടി. ഇതിന്റെ ഇടവേളയിലൊക്കെ തന്നെയും വർക്കൌട്ട് ചെയ്യാമല്ലോ എന്നായിരുന്നു നടിക്ക് ഉണ്ടായിരുന്ന ഏക ആശ്വാസം. ഇതിനിടയിലായിരുന്നു ഈ ഒരു അപകടം സംഭവിച്ചത്. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നും ആയതുകൊണ്ട് തന്നെ അതെല്ലാവരും അധികം വൈകാതെ അറിയുകയും ചെയ്തു. എന്നാൽ തൊട്ടു പിന്നാലെ പവനായി ശവമായി എന്ന ക്യാപ്ഷനോടെയായിരുന്നു ഇതിന്റെ വിവരങ്ങൾ വിശദമായി തന്നെ റെബേക്ക സന്തോഷ് സോഷ്യൽ മീഡിയയിലൂടെ എത്തിയത്. അതേസമയം ചെമ്പനീർപ്പൂവ് പരമ്പരയിലേക്ക് ഇനി ഉണ്ടാകില്ല എന്നും പ്രേക്ഷകർ തിരക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിന്റെ ഇടവേള കഴിഞ്ഞാൽ നടി തിരിച്ചെത്തുന്നത് തന്നെയായിരിക്കും.